ബാഗുകളൊക്കെ പുറത്തിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് 4 ദിവസമായി. ഒറ്റ യാത്രയായിരുന്നു. ഒന്ന് കുളിക്കണമല്ലോ വല്യമ്മച്ചി. എവിടാ കുളിമുറി? ഇതെന്റെ വീടാണ്. ആർക്കും കുളിക്കാനും കളിക്കാനുള്ള സ്ഥലമല്ല ഇത്. അതിന് ഞാൻ വല്യമ്മച്ചിയുടെ മോളല്ലേ? അതൊന്നും എനിക്കറിയണ്ട. 17 വർഷങ്ങളായി ഒറ്റയ്ക്കാണ് ഞാനിവിടെ. അതും പറഞ്ഞ് ഇങ്ങോട്ടാരും കടന്നു വരികയും വേണ്ട. ആരെയും ഇവിടെ നിൽക്കാൻ ഞാൻ അനുവദിക്കുമില്ല. വേഗം വയ്ക്ക പുറത്ത്. ഓഹോ, അതിനെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം. തൽക്കാലം അടിയന്തരമായി എനിക്കൊന്ന് കുളിച്ചേ തീരൂ. ദേഷ്യപ്പെടണ്ട. അമ്മയില്ലാത്ത പാവം കുളന്തയല്ലേ ഞാൻ. വലിയമ്മച്ചി, എന്റെ ബാഗുകളൊക്കെ ഒന്ന് നോക്കണേ. വല്യമ്മച്ചി, ഡാഡി എപ്പോഴും പറയും എന്റെ മമ്മി തൊട്ടിലിൽ കിടക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ മഞ്ഞയിട്ട് കാണാനായിരുന്നു വല്യമ്മച്ചിക്ക് ആഗ്രഹമെന്ന്. എനിക്ക് മഞ്ഞ ഇണങ്ങുന്നുണ്ടോ വല്യമ്മച്ചി? ഭക്ഷണം പോലും തരില്ല അല്ലേ? സാരമില്ല. 4 ദിവസം മുമ്പ് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടപ്പോ കരുതി വെച്ചിരുന്ന റൊട്ടിയുണ്ട്. നോക്കട്ടെ. വല്ലാത്ത നാറ്റം. വളിച്ചുപോയി. ആ, അല്ലേലിപ്പോ ഒരു നേരം കഴിച്ചില്ലെന്ന് വെച്ച് ആരും ചാകാനൊന്നും പോകുന്നില്ല. എന്റെ മമ്മിയുടെ വല്ല ഫോട്ടോയും ഇവിടെങ്ങാനുണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മമ്മിയെ കുറിച്ചൊക്കെയുള്ള ഓർമ്മ വരാതിരിക്കാൻ ഡാഡി എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഉണ്ടോ വല്യമ്മച്ചി? ഇവിടെ ആരും പടമൊന്നുമില്ല. എങ്ങനെയായിരുന്നു എന്റെ മമ്മിയെ കാണാൻ? വല്യമ്മച്ചിയെ പോലായിരുന്നോ അതോ എന്നെ പോലായിരുന്നോ? ബെല്ലടിക്കുന്നു. വാതിക്കൽ ആരും വന്നിട്ടുണ്ട്. ഞാൻ പോയി നോക്കാം. വേണ്ട വേണ്ട, അത് അപ്പുറത്തെ കുറെ മായിന്ദ്ര പിള്ളേരാണ് എന്നെ ശല്യപ്പെടുത്താൻ. നിന്നെ പോലെ തന്നെ അവരും. ചെല്ല് ചെല്ല്, പോയി വാതിൽ തുറന്നു കൊടുക്ക്. എന്നിട്ട് അങ്ങനെ അങ്ങ് പൊയ്ക്കോ. എനിക്ക് നിന്നെ കാണേ വേണ്ട. വലിമച്ചി, ആ മായിന്ദ്ര പിള്ളേര് 3 എണ്ണം ഉണ്ട്. 1 2 3. എടാ, നീയൊക്കെ നിന്റെ വലിമച്ചി ശല്യപ്പെടുത്തോ? നീ ഇല്ല. നീ ഇല്ല. നീയോ? ശല്യപ്പെടുത്ത എന്ത് ചെയ്യും? എടാ, കൊള്ളാലോ നീ. നിനക്ക് പറ്റിയ ശിക്ഷ എന്റെ അടുത്തുണ്ട്.
തിന്ന്. ഇവിടെങ്ങാനും തുപ്പിയ കൊല്ലും ഞാൻ. ആ വല്യമ്മച്ചി, ഇവന്മാരെന്തോ ചെയ്യേണ്ടത്? വെട്ടിക്കൊല്ലട്ടെ, അല്ലെ മൂക്ക് ചുറ്റി ഉപ്പിലിടട്ടെ? ഓ, ഒന്ന് പോകാമോ എന്റെ മുന്നിന്ന്? വാടാ, നീയൊക്കെ ഇങ്ങോട്ട് വാ. എടാ, നിങ്ങളെയൊക്കെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ദേ നോക്കി, വല്യമ്മച്ചി കൈമണി അടിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. പെണ്ണുങ്ങണ്ടാട്ടോ. എവിടെ വീട്? അപ്പുറത്താ. ആ തടിയന്റെ വീട്ടിലോ? അല്ല, അതിന്റെ അപ്പുറത്ത്. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. അപ്പച്ചൻ മാത്രമേ ഉള്ളോ? എന്ത് ചെയ്യുന്നു? ഹെഡ് മാസ്റ്ററാ. എടാ പരട്ടകളെ, ഹെഡ് മാസ്റ്ററിന്റെ മക്കളായിട്ടാണോ ഈ ബെല്ലടിക്കാനും വൃത്തിയോട് കാണിക്കാനും ഒക്കെ നടക്കുന്നത്? എന്തോ നിന്റെ പേര്? ജേക്കബ് അലക്സാണ്ടർ. നിന്റെയോ? ഉണ്ണി അലക്സാണ്ടർ. ഗുഡ്. ഞാൻ നിന്നെ ഉഷ അലക്സാണ്ടർ എന്ന് വിളിക്കും. ഉഷ. നീയോ? ജോ അലക്സാണ്ടർ. നമ്മൾ ഇനി ഫ്രണ്ട്സ്. എനിക്ക് ഈ നാടൊക്കെ ഒന്ന് കാണണം, നാട്ടുകാരെ കാണണം, കുറെ സാധനങ്ങളൊക്കെ വാങ്ങണം. ഇന്ന് വൈകിട്ട് 5 മണി കൂട്ടുകാരായിട്ട് പോവാം. വയറു നിറച്ച് ഐസ്ക്രീമും ചോക്ലേറ്റ് ഒക്കെ വാങ്ങിത്തരാം. വരുവോ? ദേഹോപദ്രവം ചെയ്തതിന് പകരമായി നിങ്ങൾക്ക് ഓരോ പ്രസന്റ് ഉണ്ട്. വരൂ. ഇത് നിനക്ക്, ഇത് ഉഷയ്ക്ക്. നീ ഇതെടുത്തോ. കളിക്കടാ.